Okay, all of you mark your attendance. Mark your attendance. അപ്പോ 8th ലെസൺ 8ാമത്തെ ലെസൺ ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞേ? കാർഷിക സംസ്കാരമാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ എന്ന് പഠിക്കുന്ന സമയത്ത് പിന്നെ എന്തൊക്കെയാണ്? നമ്മള് അല്പം പച്ചക്കറി തോട്ടം നമ്മളൊക്കെ തന്നെ അടുക്കളത്തോട്ടം ഉണ്ടാക്കണം അല്ലെ. നമ്മള് വിഷാംശമുള്ള പുറത്തുനിന്ന് വാങ്ങുന്ന കാര്യങ്ങൾ എങ്ങനെയാ? വിഷാംശമുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് വീട്ടിൽ തന്നെ അല്പം കൃഷി ചെയ്യുക അല്ലെ. നമുക്ക് തന്നെ ഒരു അത്യാവശ്യമുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക അല്ലെ. എല്ലാം ഇപ്പൊ നമുക്ക് നട്ടുണ്ടാക്കാൻ പറ്റുന്നൊന്നും വരില്ല. നമ്മൾ പുറത്തുനിന്ന് എന്തായാലും നമ്മൾ വാങ്ങേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചതുപോലെ എന്ത്? അണ്ണാറക്കണ്ണനും തന്നാലായത്. അപ്പോ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അല്ലെ. അപ്പോ നമുക്ക് എന്ത്? അടുത്ത കുറെ നമ്മളിപ്പോ ചെറിയൊരു വിത്ത് അവിടെ നട്ടാല് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കതിന് നല്ല പൂക്കളൊക്കെ വിരിയും, നല്ല രസം ഉണ്ടാവും. നിങ്ങൾ നട്ടിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരു കായെങ്കിലും പറിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാ? എല്ലാവരും ഇന്ന് തന്നെ വിത്തൊക്കെ വാങ്ങി ഒന്ന് നട്ടു നോക്കും. ഒരു പയറെങ്കിലും അല്ലെ, അല്ലെങ്കിൽ ചീരയോ പയറോ വെള്ളരിയോ എന്തായാലും ഒന്നുമില്ലെങ്കിൽ കറിവേപ്പിലെങ്കിലും അല്ലെങ്കിൽ കാന്താരി മുളകെങ്കിലും ഉണ്ടാക്കുക അല്ലെ. അപ്പോ നമ്മളിപ്പോ പഠിക്കുന്നത് വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ അല്ലെ. അപ്പൊ നമ്മൾ വായിച്ചു. എല്ലാവരും വായിച്ചിട്ടുണ്ടായിരുന്നോ? വായിക്കാൻ പറ്റുന്നുണ്ടോ മക്കളെ? കുറച്ച് വലിയ വേർഡ്സുകളും വലുതിലേക്ക് നമ്മൾ പോവുകയാണേ. അപ്പൊ ശ്രദ്ധിച്ചു നോക്കുക. മിനി ചേച്ചി വെള്ളരി നടാൻ തടമൊരുക്കുകയായിരുന്നു. അത് നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു. എന്താ ചോദിച്ചേ? എന്താ മാലതി, നിനക്കും വെള്ളരി നടണോ? അതെ ചേച്ചി, വിത്ത് കിട്ടിയാൽ എനിക്കും നടാമായിരുന്നു. മിനി ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ തടമെടുത്തു വിത്ത് മുളയ്ക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊടിച്ചു. മാലതി ശ്രദ്ധയോടെ വിത്ത് തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. പിറ്റേന്ന് മുതൽ മുള വരുന്നതും കാത്തി ഇരിപ്പായി. എന്നും അതിരാവിലെ തടത്തിൽ ചെന്ന് നോക്കും. ചെറുതായി നനച്ച് തിരിച്ചു പോരും. അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ വിത്ത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് തോന്നും. ഒരു ചെടി നിങ്ങൾ നട്ടാൽ നിങ്ങൾക്ക് തോന്നും, അത് എങ്ങനെയുണ്ട്, മുളച്ചോ, വേര് പിടിച്ചോ, അതിന് പൂ പിടിക്കുവോ അല്ലെ. പൂ പിടിക്കുമ്പോ വല്ലാത്തൊരു ആഹ്ലാദം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. അപ്പൊ അതുപോലെ മാലതി എന്ത് ചെയ്തു? മിനി ചേച്ചി കൊടുത്ത വിത്തുമായിട്ട് വീട്ടിലെത്തി, തടയെടുത്തു, വിത്ത് നട്ടു, അതിൽ അല്പം വെള്ളം നനച്ചു, പിന്നീട് കുറച്ച് കൂടുതൽ നനക്കാൻ തുടങ്ങി അല്ലെ. അങ്ങനെ എല്ലാ ദിവസവും അതിരാവിലെ പോയി നോക്കൂ എന്ത്, അത് മുള പൊട്ടി വന്നിട്ടുണ്ടോന്ന് അല്ലെ. അങ്ങനെ പിറ്റേന്ന് മുതൽ മുള വരുന്നതും കാത്തിരിപ്പായി. എന്നും അതിരാവിലെ തടത്തിൽ ചെന്ന് നോക്കും. ചെറുതായി നനച്ച് തിരിച്ചു പോരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്ക് വന്നു. മാലതിക്ക് സന്തോഷമായി അല്ലേ. സന്തോഷം ഉണ്ടാവും. അവളത് കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ നിങ്ങൾ പറയൂ അല്ലെ. ഞാൻ വിത്ത് നട്ടിട്ടുണ്ട്, എന്നിട്ടിങ്ങനെ മുള പൊട്ടി വന്നു, അമ്മേ ഇല്ലെങ്കിൽ ഒരു ചെടി ഞാൻ നട്ട് അതിൽ നിന്ന് പൂ പിടിക്കാൻ തുടങ്ങി അല്ലെ. വല്ലാത്തൊരു സന്തോഷത്തില് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ അത് പറയും അല്ലെ. അതേപോലെ മാലതിയും ചെയ്തു. എന്തൊക്കെ? കൂട്ടുകാരോടും അധ്യാപകരോടും ഒക്കെ ആ കാര്യങ്ങള് വിശദീകരിച്ചു അല്ലെ. ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണ് നനച്ചത്. തളിരിലകൾ വന്നപ്പോൾ, തളിരില എന്താ അർത്ഥം? തളിരില നമ്മൾ പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ ദിവസം? തളിരില, കിളുന്ന ഇല അല്ലെ, ആദ്യമായി ഉണ്ടാവുന്ന കുഞ്ഞില തളിരി, അതാണ് തളിരില അല്ലെ. തളിരില വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു, ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. അതൊരു വള്ളിയായി തടത്തിന് പുറത്തേക്ക് പടർന്നു അല്ലെ. നെക്സ്റ്റ് പേജ് നോക്കിയേ എല്ലാവരും. പേജ് നമ്പർ 34 നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. 4 ഭാഗത്തേക്കും പടർന്ന വള്ളികളിൽ പതിവ് പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. ആരാ നോക്കി നിൽക്കുന്നേ? ആരാ നോക്കി നിൽക്കുന്നേ? ഇപ്പോ 4 ഭാഗത്തേക്കും പടർന്ന വള്ളികളിൽ മാലതി. ഓക്കെ, വെരി ഗുഡ്. അപ്പോ വള്ളികൾ ഇങ്ങനെ പടർന്ന് 4 ഭാഗത്തേക്കും വലുതായി അല്ലേ, ചെടി വലുതാവാൻ തുടങ്ങി. അപ്പൊ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവളത് കണ്ടു. അവൾക്ക് വിശ്വസിക്കാനായില്ല. എന്തുകൊണ്ടാ നോക്കിയേ? പുറത്തേക്ക് പടർന്നു പോയ വള്ളിയിൽ ഒരു കുഞ്ഞു പൂവ് അല്ലേ, അത് പൂവിട്ടു ആ ചെടി അല്ലേ.
പൂവിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? പിന്നെ കായ ഉണ്ടാവും. അപ്പൊ അവൾക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല. അപ്പൊ അത്ഭുതത്തോടെ അവള് കണ്ടു എന്ത്? ചെറിയൊരു കുഞ്ഞു പൂവള്ളിയില്. അമ്മേ ഓടി വാ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു. അമ്മേനെ വിളിച്ചു, ഓടി വാ അമ്മേ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു എന്ന് പറഞ്ഞു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോശ ചുടുന്നത് നിർത്തിവെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടത് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. അപ്പൊ കുഞ്ഞ് നട്ട ചെടിയിൽ പൂവിട്ടു എന്നുള്ള ഒരു സന്തോഷമായി അമ്മയ്ക്കും, അല്ലെ? അങ്ങനെ വെള്ളരി വള്ളി പൂവിട്ടിട്ട് കണ്ടപ്പോ അമ്മയ്ക്കും സന്തോഷമായി. അമ്മ മകളെ ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചു, അല്ലെ? ആ കുഞ്ഞ് നട്ടതില് പൂവിടിച്ചല്ലോ എന്ന് ഓർത്ത് അമ്മ മകളെ കെട്ടിപ്പിടിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുക, അല്ലെ? അപ്പൊ മാലതി എന്ത് ചെയ്തു? ചേച്ചി കൊടുത്ത വിത്തൊക്കെ നട്ട് അതിന് വെള്ളരിയൊക്കെ പിടിക്കാൻ തുടങ്ങും, അല്ലെ? ആ പൂവിട്ടു. ഇനി അടുത്ത നിമിഷം കായ വരും. ഓക്കെ, അപ്പൊ ഒന്നുകൂടി മിസ് അത് വായിക്കാം. നിങ്ങൾ വായിക്കുമ്പോ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ മിനി ചേച്ചി വെള്ളരി നടാൻ തടം ഒരുക്കുകയായിരുന്നു. തടം നമ്മൾ പറഞ്ഞു, അല്ലെ? വെള്ളമൊക്കെ ഒഴിക്കുമ്പോ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെടിക്ക് ഉണ്ടാക്കുന്നതാണ്, അല്ലെ? തടം. അപ്പൊ എന്ത്? നനയ്ക്കുന്ന വെള്ളം തടഞ്ഞു നിർത്താനായിട്ട് ചെടിക്ക് ചുറ്റും മണ്ണ് കൊണ്ട് തീർക്കുന്ന തിട്ടയാണ് എന്ത്? തടം. നെക്സ്റ്റ്, എന്താ മാലതി? തടം ഒരുക്കുകയായിരുന്നു. അത് നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു, എന്താ മാലതി, നിനക്കും വെള്ളരി നടണോ? അല്ലെ? അപ്പൊ ഇത് ഇവള് നോക്കി നിൽക്കുന്നതാണ്ടോന്നാണ് ചോദിച്ചത്. മാലതി, എന്താ മാലതി, നിനക്കും വെള്ളരി നടണോ ചോദിച്ചു. അതെ ചേച്ചി, വിത്ത് കിട്ടിയാൽ എനിക്കും നടാമായിരുന്നു. മിനി ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തതുപോലെ, മിസ് വായിക്കുന്ന ലൈൻസ് നിങ്ങൾ തൊട്ട് നോക്കണം കേട്ടോ. മിനി ചേച്ചി പറഞ്ഞു കൊടുത്തതുപോലെ മിനി ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ തടമെടുത്തു, വിത്ത് മുളയ്ക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊടിച്ചു. മാലതി ശ്രദ്ധയോടെ വിത്ത് തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. പിറ്റേന്ന് മുതൽ മുള വരുന്നതും കാത്ത് ഇരിപ്പായി. എന്നും അതിരാവിലെ തടത്തിൽ ചെന്ന് നോക്കും. ചെറുതായി നനച്ച് തിരിച്ചു പോരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്ക് വന്നു. മാലതിക്ക് സന്തോഷമായി. അവളത് കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണ് നനച്ചത്. തളിരിലകൾ വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു. ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. അതൊരു വള്ളിയായി തടത്തിന് പുറത്തേക്ക് പടർന്നു. ഓക്കെ, നെക്സ്റ്റ് പേജ്, അല്ലെ? 4 ഭാഗത്തേക്കും പടർന്ന വള്ളികളിൽ പതിവ് പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവളത് കണ്ടു. അവൾക്ക് വിശ്വസിക്കാനായില്ല. പുറത്തേക്ക് പടർന്നു പോയ വള്ളിയിൽ ഒരു കുഞ്ഞു പൂ. അമ്മേ ഓടിവാ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോശ ചുടുന്നത് നിർത്തിവെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടത് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. അമ്മ മകളെ ചേർത്ത് പിടിച്ചു. ഓക്കെ, ഇത്രയാണ് ആ കഥയുള്ളത്, അല്ലെ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എന്ത്? ആരാ? ഷഹബറ വായിക്കുന്നോ? എന്നാ വായിക്കും ഷഹബറ. എല്ലാരും ശ്രദ്ധിക്കണേ, ഇടയ്ക്ക് ഞാൻ വേറെ ആരോടെങ്കിലും പറയും, അപ്പൊ ശ്രദ്ധിച്ചു നോക്കണം. വെള്ളരി പൂവിട്ടപ്പോൾ മീനു ചേച്ചി വെള്ളരി നടാൻ തടം ഒരുക്കുകയായിരുന്നു. അതു നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു, എന്താ മാലതി, നിനക്കും വെള്ളരി നടാൻ വേണോ? അതെ ചേച്ചി, വിത്തു കിട്ടിയെങ്കിൽ നടാമായിരുന്നു. മിനി ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങി. ഷഹബറ. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ
തടമെടുത്തു. തടമെടുത്തു. വിത്ത് മുളയ്ക്കാനായി വെച്ചു. വിത്ത് മുളയ്ക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതു പൊടിച്ചു. മാലതി ശ്രദ്ധയോടെ വിത്തു തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. ഓക്കെ ഷഹബറ, അടുത്ത ആരാ വായിക്കുന്നേ? ഓക്കെ അലൻ. പിറ്റേന്നു മുതൽ മുള വരുന്നതും കാത്ത് ഇരിപ്പായി. എന്നും അതിരാവിലെ തടത്തിൽ ചെന്നു നോക്കും. ചെറുതായി നനച്ചു തിരിച്ചു പോരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്കു വന്നു. മാലതിക്കു സന്തോഷമായി. അവളതു കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണു നനച്ചത്. ആ തളിരില വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു. ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. അതൊരു വള്ളിയായി തടത്തിനു പുറത്തേക്ക് വന്നു. ഓക്കെ. 4 ഭാഗത്തേക്കും വള്ളികളിൽ പതിവു പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവൾ അതു കണ്ടു. അവൾക്കു വിശ്വസിക്കാനായില്ല. പുറത്തേക്കു പടർന്നു പോയ വള്ളിയിൽ ഒരു കുഞ്ഞു പൂവ്. അമ്മേ, ഓടിവാ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു. അവൾ സന്തോഷം കൊണ്ടു തുള്ളിച്ചാടി. ദോശ ചുടുന്നതു നിർത്തിവെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടതു കണ്ടപ്പോൾ അവർക്കു സന്തോഷമായി. അമ്മ മകളെ ചേർത്ത് പിടിച്ചു. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അമൃത. മിസ്സേ, ആദ്യം മുതലല്ലേ വായിക്കണ്ടേ? ആദ്യം മുതൽ തന്നെ. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ മിനി ചേച്ചി വെള്ളരി നടാൻ തടം എടുക്കുകയായിരുന്നു. അതു നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു. എന്താ മാലതി, നിനക്കും വെള്ളരി നടണോ? അതേ ചേച്ചി, എനിക്കും. അതേ ചേച്ചി, വിത്തു കിട്ടിയാൽ എനിക്കും നടാമായിരുന്നു. മിനി ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങി എത്തി. അവർ പറഞ്ഞു കൊടുത്തതു പോലെ അവൾ
തടമെടുത്തു. വിത്തു മുളയ്ക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതു പൊടിച്ചു. മാലതി ശ്രദ്ധയോടെ വിത്തു തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. പിറ്റേന്നു മുതൽ മുള വരുന്നതും കാത്ത് വിരിപ്പായി. എന്നും അതിരാവിലെ തടത്തിൽ ചെന്നു നോക്കും. ചെറുതായി നനച്ചു. തിരിച്ചു പോരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്കു വന്നു. മാലതിക്കു സന്തോഷമായി. അവളതു കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. ഓക്കേ, റയാൻ വായിച്ചേ. റയാൻ. അമൃത, വെരി ഗുഡ്. താങ്ക് യു മിസ്. ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണ് നനച്ചത്. വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു. ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. വള്ളിയായി. റയാൻ കേൾക്കുന്നില്ലേ? റയാൻ, തടത്തിന് പുറത്തേക്ക് പടർന്നു. ഓക്കെ റയാൻ, വെരി ഗുഡ്. നെക്സ്റ്റ് നീലാഞ്ജന. നാല് ഭാഗത്തേക്ക് പടർന്ന വള്ളികൾ പതിവ് പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവൾ കണ്ടു. അവൾക്ക് വിശ്വസിക്കാനായില്ല. പുറത്തേക്ക് പടർന്നുപോയ വള്ളി ഒരു കുഞ്ഞു പൂവ്. അമ്മേ, ഓടിവാ, എന്റെ വള്ളി വെള്ളരി വള്ളി പോയിട്ടു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോശ നിർത്തി വെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടത് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. അമ്മ മകളെ അവർക്കും സന്തോഷമായി. അമ്മ മകളെ ചേർത്ത് പിടിച്ചു. ഓക്കെ, വെരി ഗുഡ് നീലാഞ്ജന. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ മക്കളെ?
ആരും വായിക്കുന്നില്ലേ? ഓക്കെ. അദീന സുനിൽകുമാർ വായിച്ചോ ഫസ്റ്റ് മുതല്. അദീന കേൾക്കുന്നില്ലല്ലോടാ? അൺമ്യൂട്ട് ചെയ്തേ. ആര്? അദീന വായിക്കട്ടെ കുറച്ച്. അപ്പൊ ഹാദീനെ വിളിക്കാം മിസ്സേ. ആദ്യം മുതൽ വായിച്ചോ. ചേച്ചി വെള്ളരി നടാൻ തടം ഒരുക്കുകയായിരുന്നു. അത് നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു, എന്താ മാലതി, നിനക്കും വെള്ളരി നടണോ? അതെ ചേച്ചി, വിത്ത് കിട്ടിയാൽ എനിക്ക് മിനി ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ തടമെടുത്തു. വിത്ത് മുളയ്ക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊടിച്ചു. വളരെ ശ്രദ്ധയോടെ തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. ഓക്കെ മോളെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഹാദി ഹൈദർ. ഒച്ചത്തിൽ വായിച്ചേ ഹാദി. പിറ്റേന്നു മുതൽ മുള വരുന്നതും കാത്ത് ഇരിപ്പായി. എന്നും അതിരാവിലെ തടത്തിൽ ചെന്നു നോക്കും. ചെറുതായി നനച്ചു തിരിച്ചു പോരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്കു വന്നു. മാലതിക്കു സന്തോഷമായി. അവളത് കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. ആദ്യമൊക്കെ മാത്രമാണു നനച്ചത്. തളിരിലകൾ വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു. വളം ചേർക്കുകയും ചെയ്തു.
വള്ളിയായി അതൊരു വള്ളിയായി ആ കടത്തിനു പുറത്തേക്ക് പുറത്തേക്ക് പടർന്നു. ഓക്കെ മോനെ. ആ വെരി ഗുഡ്. നെക്സ്റ്റ് ഇഷിക രാജ്. ഇഷിക അൺമ്യൂട്ട് ചെയ്തേ മോളെ. 4 ഭാഗത്തേക്കും പതിവ് പോലെ പടർന്ന അവൾ വെള്ളരി നോക്കി നിൽക്കുകയായിരുന്നു. അവൾ ഫുൾ സ്റ്റോപ്പ്. എന്നിട്ടാണ് അടുത്തത്. പെട്ടെന്ന് അവൾ അത് കണ്ടു. അടുത്ത പേജിന്റെ പേര് ഒന്നാനും കൊച്ചുതുമ്പി. അവൾക്ക് വിശ്വസിക്കാനായില്ല. പുറത്തേക്ക് പടർന്നു പോയ വള്ളിയിൽ വെള്ളരി വള്ളിയിൽ ഒരു കുഞ്ഞു പൂവ് അമ്മേ ഓടിവാ. എന്റെ വെള്ളരി വള്ളി പൂവിട്ടു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോശ ചുടുന്നത് നിർത്തിവെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടത് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. മകളെ ചേർത്ത് പിടിച്ചു. അമ്മ ചേർത്ത് പിടിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യാ? നന്നായി വായിക്കോ കേട്ടോ. കുറച്ച് വലിയ വലിയ പാടാണ്. അപ്പൊ എന്ത് ചെയ്യാ? വായിച്ചു പഠിക്കാം കേട്ടോ. ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കണം. പിന്നെ നമുക്ക് അടുത്ത ദിവസം 3 അർത്ഥം മീനിങ് പദം പരിചയപ്പെടാന്നുള്ളതിൽ 3 എണ്ണം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ? ആദ്യത്തെ തടന്ന് പറഞ്ഞു, വെള്ളം പുറത്തേക്ക് പോവാതിരിക്കാൻ ഉപയോഗിക്കുക, തിട്ടയാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് തളിരില, കിളുന്നില. പൊടിക്കുക, എന്താണ്? എന്താ പറഞ്ഞത്? കിളിർക്കുക അല്ലെ? കിളിർക്കുക, പൊടിക്കുക, കിളിർക്കുക. ഓക്കെ. നെക്സ്റ്റ് ഉത്തരം കണ്ടെത്താമെന്നുണ്ട് അല്ലെ? അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? മാലതിക്ക് വിത്ത് കൊടുത്തത് ആരായിരുന്നു മക്കളെ? ഓക്കെ, വെരി ഗുഡ്. മിനി ചേച്ചിയാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ പുറത്തു വന്നത് എപ്പോഴാണ്? 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പുറത്തു വന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മാലതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത് എപ്പോഴാ? കണ്ടപ്പോഴാണ് മാലതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത്. ഓക്കെ. അതിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം എഴുതാം അല്ലെ? ഇപ്പൊ 3-4 മിനിറ്റ് ഉണ്ട്. എന്താണ്? ഇള്ള എന്ന അക്ഷരം, കൂട്ടക്ഷരം വരുന്ന ഇള്ള എന്ന അക്ഷരം വരുന്ന ചേർന്ന് വരുന്ന പദങ്ങളാണ് എഴുതേണ്ടത്. അപ്പൊ തുള്ളിച്ചാടി അങ്ങനെ കുറച്ചെന്നെ എഴുതാറുണ്ട് നമുക്ക് അല്ലെ? അപ്പൊ അത് അടുത്ത ദിവസം നമുക്ക് എഴുതാം. ഓക്കെ.
അടുത്ത ദിവസം നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ പാഠത്തിന്റെ ആക്ടിവിറ്റീസ് നമുക്ക് കുറേയേറെ ഉണ്ട്. അത് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് നന്നായി വായിക്കും കേട്ടോ. ഓക്കെ, ബൈ. See you. Bye. See you in the next class. Bye. 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 Bye.